UDF-ലേക്ക് വന്ന എല്ലാവർക്കും പല കാരണങ്ങളാൽ UDF-ൽ അല്ലെങ്കിൽ സ്വതന്ത്രരായി UDF-ന് പിന്തുണ കിട്ടുന്ന ഇപ്പം ഐഷ പൊറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കും. PV അൻവർ ആദ്യം അവിടെ നിന്ന് പടിയിറങ്ങി, എന്തായാലും ബേപ്പൂരിൽ മത്സരിക്കും. സന്ദീപ് വാര്യർ ഒന്നെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ തവനൂര് ചോദിച്ചിട്ടുണ്ട്, മത്സരിക്കും. അങ്ങനെ ഇങ്ങോട്ടേ ഈ ഭാഗത്തേക്ക് ചേക്കേറിയ UDF-ന്റെ ഭാഗമായ ആളുകൾക്കൊക്കെ എന്തായാലും ഇത്തവണ സീറ്റുണ്ട്. പക്ഷേ പി സരിൻ ഇതുപോലെ 2024 ഒക്ടോബറിലാണ് കഴിഞ്ഞ തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്താണ് പൊട്ടിത്തെറി ഉണ്ടായി LDF-ലേക്ക് പോയത്. ഇത്തവണ പി സരിന് പാലക്കാട് സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത്. ഒറ്റപ്പാലത്തും അതോടൊപ്പം തന്നെ പാലക്കാട്, ഈ രണ്ട് സ്ഥലത്തായിരുന്നു. ഒറ്റപ്പാലത്ത് ഒരു തവണ സരിൻ മത്സരിച്ചതാണ്, അന്ന് നല്ല രീതിയിൽ വോട്ടുകൾ പിടിക്കുകയും ചെയ്തിരുന്നു പ്രേംകുമാറിനെതിരെ. പക്ഷേ ഇത്തവണ പാലക്കാട് പി സരിന് സീറ്റില്ല. അതിന് പകരം ഒരു പൊതു സ്വതന്ത്രനെയാണ് CPM ആലോചിക്കുന്നതെന്നാണ് ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സീറ്റില്ലാത്തതിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന പി സരിന് എന്തുകൊണ്ടൊരു പരിഗണന കിട്ടുന്നില്ല? MP രാജേഷാണ് പി സരിന്റെ പേര് മുന്നോട്ട് വെച്ചതെന്നൊക്കെ ആദ്യം ഇങ്ങനെ പുറത്തേക്ക് വന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് പി സരിനെ വെട്ടി, പകരം ഒരു പൊതു സ്വതന്ത്രനെ? അപ്പം പാലക്കാട് ചിത്രം ഏകദേശം മറ്റ് മുന്നണികളുടെ തെളിഞ്ഞതാണ്. ശോഭാ സുരേന്ദ്രനാണ് BJP-യുടെ കാൻഡിഡേറ്റ്. UDF-ൽ രണ്ട് പേരുകൾ, ഒന്നെങ്കിൽ രമേശ് പിഷാരടി അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടേത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പി സരിന് CPM സീറ്റ് നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ആൻസർ വെരി സിമ്പിളാണ്. കാരണം ഇവൻ ഒരു പരനാറിയാണ് എന്ന് സഖാക്കൾക്കും അറിയാം. കാരണം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഉപതെരഞ്ഞെടുപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുന്നതിൻ്റെ തലേ തിങ്കളാഴ്ച, ചൊവ്വാഴ്ചയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ആ തിങ്കളാഴ്ച വരെ കോൺഗ്രസിനോടൊപ്പം നിന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടവൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ രാഹുൽ മാങ്കൂട്ടമാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞതോടുകൂടി മറുകണ്ഠം ചാടുകയും അതുവരെ കാണുകയും കാല് പിടിക്കുകയും കാല് തിരുമുകയും ഒക്കെ ചെയ്ത VD സതീശനെയും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസിനെ ഒന്നടങ്കം തെറി വിളിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അത് സഖാക്കൾക്ക് നന്നായിട്ടറിയാം ഇവനൊരു പരനാറിയാണ് എന്നുള്ളത്. അത് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സരിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഇവൻ വിജയിക്കില്ല. ജനങ്ങളുടെ മനസ്സുകളിൽ ഇവന് ഇടമില്ല എന്നുള്ള കാര്യവും CPM-ന് നല്ല ബോധ്യമുണ്ട്. കാരണം CPM ഇപ്പം നിൽക്കുന്നത് വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിന്റിലാണ് CPM നിൽക്കുന്നത്. പാർട്ടിയും മന്ത്രിമാരും അടിമകളും MLA-മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ 3.0 മൂന്നാമതും പിണറായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാക്ഷാൽ പിണറായി വിജയന് പോലും അധികാര തുടർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസവും ഒരു പ്രതീക്ഷയുമില്ല. പിണറായി വിജയൻ ഓൾറെഡി ഒരു റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്, ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ അർത്ഥത്തിലും ഇനി അങ്ങോട്ട് പിണറായിയിലെ സ്വവസതിയിൽ ഒരു വിശ്രമ ജീവിതത്തെക്കുറിച്ച് പിണറായി വിജയൻ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മോഹൻലാലുമായി നടത്തിയ അഭിമുഖത്തിൽ പോലും ഒരു സന്യാസ ജീവിതത്തെക്കുറിച്ച് പോലും പിണറായി വിജയൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സന്യാസ ജീവിതത്തെക്കുറിച്ച് പിണറായി വിജയൻ ചിന്തിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, പിണറായിക്കറിയാം അധികാര കസേരയിൽ ഇല്ലെങ്കിൽ താഴേക്കിറങ്ങുന്ന അടുത്ത മൊമെൻറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ പറയുന്ന പിണറായി വിജയനെ പൂട്ടുമെന്നുള്ള കാര്യം പിണറായി വിജയൻ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ജയിലഴിക്കുള്ളിൽ ഒരു സന്യാസിയുടെ വേഷം സ്വീകരിക്കാനാണ് പിണറായി വിജയൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയാണ് ഒരു ക്രൂഷ്യൽ പോയിന്റിലാണ് CPM-ഉം LDF-ഉം നിൽക്കുന്നത്. അവിടെ അധികാരം ഉണ്ടാവണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് പിണറായി വിജയനാണ്. കാരണം അധികാരമില്ലെങ്കിൽ തന്നോടൊപ്പം അഴിയെണ്ണാൻ പോകുന്നത് തൻ്റെ 2 മക്കൾ കൂടിയാണ് എന്നുള്ള ബോധ്യം പിണറായി വിജയനുണ്ട്. മനസ്സിലായില്ലേ? അവിടെ ഇത്തരത്തിൽ ഒരു സിറ്റിംഗ് സീറ്റിൽ പാലക്കാട് വേണ്ട എന്ന് ആദ്യമേ പാർട്ടിയെ അറിയിച്ചു പി സരിൻ. പിന്നെ ആവശ്യപ്പെട്ടത് ഷൊർണൂരോ അല്ലെങ്കിൽ ഒറ്റപ്പാലമോ ആണ്. ഈ ഷൊർണൂരും ഒറ്റപ്പാലവും സിറ്റിംഗ് സീറ്റുകളാണ്. ആ സിറ്റിംഗ് സീറ്റുകളിൽ ഇവനെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് ഒരു റിസ്ക് എടുക്കുക വഴി ഉള്ള ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടുത്താൻ CPM തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവസാനിച്ചതിൽ പിന്നെ അതിലാണ് സരിനെ സീറ്റില്ല എന്നുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത വരുന്നത് ഈ സെക്രട്ടേറിയറ്റ് അവസാനിച്ചതിൽ പിന്നെയാണ്. ഈ സെക്രട്ടേറിയറ്റ് അവസാനിച്ചതിൽ പിന്നെ പി സരിൻ മറ്റൊരു ഒരു ചാരപ്പണി അല്ലെങ്കിൽ ഒരു മറുകണ്ഠം ചാടലിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അതിനു വേണ്ടിയുള്ള
പദ്ധതികൾ സരിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാരാർജി ഭവനുമായി ബന്ധപ്പെട്ട് മാരാർജി ഭവനിലെ ചില ആളുകളെ സരിൻ ഓൾറെഡി ബന്ധപ്പെട്ട് കഴിഞ്ഞു. താൻ BJP-യിലേക്ക് വരാൻ സന്നദ്ധനാണ്. തിരിച്ചുള്ള ഡിമാൻഡ് എന്താണ്? താൻ BJP-യിലേക്ക് കടന്നു വരികയാണെങ്കിൽ തന്നെ പാലക്കാട് മത്സരിപ്പിക്കണമെന്നാണ്. സരിന് പാലക്കാട് മത്സരിക്കണം. പക്ഷേ അത് CPM-ൻ്റെയോ LDF-ൻ്റെയോ ഭാഗമായിട്ടല്ല, മറിച്ച് BJP-യുടെ ഭാഗമായിട്ട്. കാരണം എന്താ, കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നത് ആരാണ്? BJP ആണ്. അപ്പോൾ അവിടെ ഒരു വിജയത്തിൻ്റെ സാധ്യത ഉണ്ട് എന്ന് ആര് കണക്കാക്കുന്നു? സരിൻ കണക്കാക്കുന്നു. പക്ഷേ സരിന് മനസ്സിലാവാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000 ചില്ലറ വോട്ടിന് 18,506 വോട്ടോ അങ്ങനെ 306 വോട്ടോ അങ്ങനെ എന്തോ 18,000+ വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. 2ാം സ്ഥാനത്തെത്തിയ BJP-യുടെ സ്ഥാനാർത്ഥിയേക്കാളും 18,000-ലധികം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. അപ്പോൾ എന്നിരുന്നാലും ഈ രാഹുൽ അല്ലെങ്കിൽ അത്ര ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സരിന് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയസാധ്യത കണക്കിൽ കൂട്ടിക്കൊണ്ടാണ് മാരാർജി ഭവനുമായിട്ട് ഇപ്പോൾ ചില ഡിസ്കഷനുകൾ, ചില ചർച്ചകൾ ഈ പറയുന്ന പരനാറി സരിൻ നടത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? CPM-ന് നല്ല ബോധ്യങ്ങളുണ്ട്. CPM പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് കാരണമെന്ന് പറയുന്നത്, ഒന്നാമത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു MLA-യുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷം, കഷ്ടി 1 വർഷമാണ്. 1 വർഷമോ അല്ലെങ്കിൽ 1 വർഷത്തിൽ 1.5 വർഷമോ അത്രയേ ഉള്ളൂ കാലാവധി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് മറുകണ്ഠം ചാടി ഈ കോൺഗ്രസ്സുകാരെ മൊത്തം തെറിവിളിക്കുന്ന, പാർട്ടിയെയും പാർട്ടി പ്രസ്ഥാനത്തെയും തെറിവിളിക്കുന്ന ഒരാളെ കയ്യിൽ കിട്ടിയാൽ അത് വലിയൊരു ആയുധമാക്കാൻ സാധിക്കുമെന്ന് കരുതിയിട്ടാണ് ഇവനെ മെമ്പർഷിപ്പ് പോലും കൊടുക്കാതെ സ്വന്തം ചിഹ്നത്തിലല്ലാതെ പോലും, അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിലല്ല സരിൻ മത്സരിച്ചത്, സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലാണ്. അവനെ മത്സരിപ്പിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇത് രണ്ടുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സരിനെ മത്സരിപ്പിച്ചാൽ, സരിന് എന്താണെങ്കിലും പാലക്കാട് മത്സരിക്കാൻ സരിന് താല്പര്യമില്ല, ഒന്നാമത്തെ കാര്യം. 2, സരിൻ ആവശ്യപ്പെട്ടത് ഷൊർണൂരോ അല്ലെങ്കിൽ ഒറ്റപ്പാലമോ ആണ്. ആ 2 സിറ്റിംഗ് സീറ്റുകൾ റിസ്ക് എടുക്കാൻ നിലവിലെ സ്ഥിതിയിൽ CPM തയ്യാറുമല്ല. കാരണം സരിനെ മത്സരിപ്പിച്ചാൽ മറ്റാരെ മത്സരിപ്പിച്ചാലും വിജയിച്ച് കയറാമെന്ന് CPM കണക്ക് കൂട്ടുന്നു. മനസ്സിലായില്ലേ? CPM അങ്ങനെ പലതും കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അവരവരുടെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ചാണല്ലോ അവരുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക. അപ്പോൾ CPM അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സരിനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ, ഒറ്റപ്പാലത്താണെങ്കിലും ഷൊർണൂരാണെങ്കിലും സരിനെ നിർത്തിക്കഴിഞ്ഞാൽ ആ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള ഭയം CPM-നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സരിനെ പരിഗണിക്കാൻ പോലും തയ്യാറാവാതെ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. കാരണം സരിന് ഒരു വലിയ ജനപ്രീതി അല്ലെങ്കിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് സാക്ഷാൽ CPM-ഉം അതിൻ്റെ നേതൃത്വവും ഗോവിന്ദൻ അടങ്ങുന്ന സംഘവും പാലക്കാട്ടെ CPM നേതാക്കൾ അടങ്ങുന്ന സംഘവും അങ്ങനെയാണ് വിലയിരുത്തുന്നത്. സരിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ജനങ്ങളെ സ്വാധീനിക്കാനും സരിനെ കണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളതും ഈ പറയുന്ന CPM-ന് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സരിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും സരിനിപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണുള്ളത്. പ്രതിസന്ധി എന്ന് പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല എന്ന് കരുതി മിണ്ടാതിരുന്നെങ്കിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിന് ഒരു സീറ്റ് കിട്ടുമായിരുന്നു എന്ന് മാത്രമല്ല, ഉറപ്പായിട്ടും UDF-ൻ്റെ MLA ആയി, കോൺഗ്രസിൻ്റെ MLA ആയി വിജയിച്ച് കയറാനും സാധിക്കുമായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുത്തിയത് സരിൻ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അത് പെട്ടി തുറന്നെട്ടിയപ്പോൾ 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ സരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. ഇനിയിപ്പോൾ സരിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ പോലും സരിനെ തിരിച്ചെടുക്കാൻ എന്താണെങ്കിലും കോൺഗ്രസ് തയ്യാറാവൂല. മനസ്സിലായില്ലേ? ഓഫ് കോഴ്സ് VD സതീശനും ഷാഫി പറമ്പിലും ഒന്നും ഒരു രീതിയിലും സരിനെ അങ്ങോട്ട് അടുപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സരിൻ്റെ ബോധ്യം ഈ പറയുന്ന CPM-ൽ നിന്ന് കഴിഞ്ഞാൽ
പാലക്കാട് മത്സരിച്ചാൽ എന്തായാലും വിജയിക്കൂല. രണ്ടാമത്തെ കാര്യം, താൻ ആവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു മണ്ഡലം CPM തരുമെന്നുള്ള കാര്യത്തിലും സംശയമാണ്. ഇനി കിട്ടിയാലും തൻ്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് വിജയിക്കണമെന്നുള്ള കാര്യം ഉറപ്പില്ല. കാരണം സരിന് തന്നെ ബോധ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ പിണറായി വിജയനെതിരെയുള്ള ഒരു തരംഗം മാഞ്ഞടിക്കുന്നുണ്ട്, ജനം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സരിനറിയാം. അപ്പോൾ സരിന് ഒരു ബോധ്യമുണ്ട്, സരിൻ ഈ പറയുന്ന MLA ആവുക എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുമെന്നുള്ളത് സരിനറിയാം. അതുകൊണ്ട് തന്നെയാണ് സരിൻ ഇപ്പോൾ ഒരു മറുകണ്ഠം ചാടലിൻ്റെ വക്കത്ത് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതി, അങ്ങനെ ഒരു പ്ലാൻ സരിൻ്റെ മനസ്സിലുണ്ടാവാനുള്ള കാരണം അതാണ്. അവിടെയാണ് സരിന് ഈ മാരാർജി ഭവനിലുള്ള അതുപോലെ പാലക്കാട്ടെ BJP നേതൃത്വവും അതുപോലെ സംസ്ഥാന നേതൃത്വവും ഒക്കെ ആയിട്ട് വലിയ ചർച്ചകൾ നടത്താനുണ്ടായ ഇടയാക്കിയ കാരണമെന്ന് പറയുന്നത്. പക്ഷേ BJP എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സരിനെ സ്വീകരിക്കുമെന്ന്. സരിനെ സ്വീകരിച്ചാലും BJP ഒരിക്കലും പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയില്ല. കാരണം പാലക്കാട് ഓൾറെഡി BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ പല നേതാക്കന്മാരും നോട്ടമിട്ട അവരുടെ മണ്ഡലമാണ്. ഓൾറെഡി ചില ആളുകളൊക്കെ പാലക്കാട് കേന്ദ്രീകരിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള പരിശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവിടെയാണ് സരിൻ ഇനിയിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ, മുൻ കോൺഗ്രസ്സുകാരൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു വ്യക്തി എന്നൊക്കെയുള്ള രീതിയിൽ ഒരു മറുകണ്ഠം ചാടി വരുന്ന ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ BJP എങ്ങാനും പരിഗണിച്ചാൽ ഒരു സീറ്റ് നൽകാൻ സാധ്യതയുണ്ട്. മേ ബി ചർച്ചകളും ചില വിലപേശലുകളൊക്കെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംഭവിക്കാതിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തിരുന്നാലും സരിൻ ഒരു മറുകണ്ഠം ചാടലിൻ്റെ വക്കീലാണ്. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, തനിക്ക് MLA ആവണം, MLA ബോർഡ് വെച്ച കാറിൽ സഞ്ചരിക്കണം, ഒരു MLA ഓഫീസ് തുറക്കണം. MLA ബോർഡ് വെച്ച കാറിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഭാര്യ സൗമ്യ സരിൻ MLAയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റണം. ഇത് തന്നെയാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം സരിൻ സിവിൽ സർവീസൊക്കെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സൗമ്യ സരിന് നൽകിയ ഒരു വാക്കെന്ന് പറയുന്നത് തന്നെ അച്ചി മന്ത്രി കൊച്ചമ്മയാക്കാമെന്നുള്ളതായിരുന്നു. ഈ പറയുന്ന സരിൻ നൽകിയ ഒരു വാഗ്ദാനം, ഒരു വാക്ക്. അത് ഇതുവരെ സരിന് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. സരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്നമായി തുടരുകയാണ്. ഈ 2026 സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താകും സിറ്റുവേഷൻ എന്നൊന്നും സരിൻ അറിയില്ല. അതുകൊണ്ട് തന്നെ സരിൻ ഒരു സ്ഥാനാർത്ഥിയാവാനുള്ള എല്ലാ കളികളും, നാറിയ കളികളും, കാല് നക്കുന്ന കളികളും സരിൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.